ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ കഥാദിനം 18. ഇന്നത്തെ വിഷയം ബാലി സുഗ്രീവ യുദ്ധം, ബാലിവധം, സുഗ്രീവൻ്റെ പട്ടാഭിഷേകം. പ്രിയപ്പെട്ട ബന്ധുക്കളെ, ഇന്നലെ ശ്രീരാമനും ഹനുമാനും ആദ്യമായി കണ്ടുമുട്ടിയതും സുഗ്രീവനുമായി അഗ്നിസാക്ഷിയായി സൗഹൃദം സ്ഥാപിച്ചതും സീതാദേവിയുടെ ആഭരണങ്ങൾ ശ്രീരാമൻ ലഭിച്ചതും നാം കേട്ടു. ഇന്ന് ബാലിവധവും സുഗ്രീവൻ്റെ പട്ടാഭിഷേകവും കേൾക്കാം. സുഗ്രീവൻ ശ്രീരാമനിൽ വിശ്വാസമുണ്ടായിരുന്നു എങ്കിലും ബാലിയുടെ അതിശക്തി അറിയാമായിരുന്നതിനാൽ ചെറിയൊരു സംശയമുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, പ്രഭോ, ബാലിക്ക് അസാധാരണമായ ശക്തിയുണ്ട്. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ അങ്ങയ്ക്ക് കഴിയുമോ? ശ്രീരാമൻ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു അമ്പുകൊണ്ട് 7 സാലവൃക്ഷങ്ങളെയും ഭൂമിയെയും തുളച്ച് അമ്പ് തിരികെ തൻ്റെ കയ്യിലേക്ക് വരുത്തി. ഇത് കണ്ട സുഗ്രീവൻ്റെ എല്ലാ സംശയങ്ങളും മാറി. സുഗ്രീവൻ കിഷ്കിന്ധയിലെത്തി ബാലിയെ യുദ്ധത്തിന് വിളിച്ചു. ബാലി വലിയ കോപത്തോടെ പുറത്തു വന്നു. ഇരുവരും തമ്മിൽ ഭീകരമായ യുദ്ധം ആരംഭിച്ചു. എന്നാൽ രൂപത്തിലും ശക്തിയിലും ഇരുവരും ഒരേപോലെ ആയിരുന്നതിനാൽ ശ്രീരാമന് ആരാണ് ബാലി, ആരാണ് സുഗ്രീവൻ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹം അമ്പെയ്തില്ല. പരിക്കേറ്റ സുഗ്രീവൻ ഓടി ശ്രീരാമൻ്റെ അടുത്തെത്തി. പ്രഭോ, എന്നെ എന്തുകൊണ്ട് സഹായിച്ചില്ല? ശ്രീരാമൻ കാര്യം വിശദീകരിച്ചു. ശേഷം ലക്ഷ്മണൻ സുഗ്രീവൻ്റെ കഴുത്തിൽ ഒരു പൂമാല അണിയിച്ചു. വീണ്ടും സുഗ്രീവൻ ബാലിയെ യുദ്ധത്തിന് വിളിച്ചു. ഈ പ്രാവശ്യം ബാലിയുടെ ഭാര്യ താര മുന്നറിയിപ്പ് നൽകി. ഇത് സാധാരണ യുദ്ധമല്ല, എനിക്കെന്തോ അപകടം തോന്നുന്നു, അങ്ങ് പോകരുത് എന്ന് പറഞ്ഞു. എന്നാൽ ബാലി അത് കേട്ടില്ല. വീണ്ടും യുദ്ധം തുടങ്ങി. ശരിയായ സമയം വന്നപ്പോൾ ശ്രീരാമൻ ഒരു ദിവ്യശരം പ്രയോഗിച്ചു. അത് ആ അമ്പ് ബാലിയുടെ നെഞ്ചിൽ തുളച്ചു കയറി. ബാലി നിലത്തു വീണു. മരണാസന്നനായ ബാലി ചോദിച്ചു, രാമ, ഞാൻ അങ്ങയോട് എന്ത് തെറ്റാണ് ചെയ്തത്? എന്തിനാണ് ഒളിഞ്ഞിരുന്ന് എന്നെ വധിച്ചത്? ശ്രീരാമൻ ശാന്തമായി മറുപടി പറഞ്ഞു, ബാലി, നീ സഹോദരൻ്റെ ഭാര്യയെ സ്വന്തമാക്കി. അത് മഹാ അധർമ്മം ആണ്, ധർമ്മലംഘനമാണ്. ഒരു രാജാവെന്ന നിലയിൽ അധർമ്മത്തെ ശിക്ഷിക്കുക എന്നത് എൻ്റെ കടമയാണ്. ഈ വാക്കുകൾ കേട്ടപ്പോൾ ബാലിക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി. അവൻ കൈകൂപ്പി പറഞ്ഞു, പ്രഭോ, എന്നോട് ക്ഷമിക്കണമേ. തുടർന്ന് തൻ്റെ മകനായ അംഗദനെ ശ്രീരാമൻ്റെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ചു. ശ്രീരാമൻ്റെ ദർശനം ലഭിച്ചുകൊണ്ട് ബാലി പ്രാണൻ വിട്ടു. ബാലിയുടെ അന്ത്യകർമ്മങ്ങളൊക്കെ ഭക്തിപൂർവം നിർവഹിച്ച ശേഷം സുഗ്രീവനെ കിഷ്കിന്ധയുടെ രാജാവായി അഭിഷേകം ചെയ്തു. അംഗദനെ യുവരാജാവായി നിയമിച്ചു. സുഗ്രീവൻ ശ്രീരാമനോട് പറഞ്ഞു, പ്രഭോ, മഴക്കാലം കഴിഞ്ഞ ഉടൻ ലോകമെമ്പാടുമുള്ള വാനരരെ അയച്ച് സീതാദേവിയെ അന്വേഷിപ്പിക്കാം. ശ്രീരാമൻ മഴക്കാലം കഴിയുന്നതുവരെ പ്രസ്രവണ പർവ്വതത്തിൽ താമസിക്കാൻ തീരുമാനിച്ചു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് അധർമ്മം എത്ര ശക്തമായാലും ഒടുവിൽ പരാജയപ്പെടും. തെറ്റ് തിരിച്ചറിഞ്ഞ് പശ്ചാത്താപിക്കുന്നത് മഹത്തായ ഗുണമാണ്. യഥാർത്ഥ സൗഹൃദം വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലും തെളിയണം. ശ്രീരാമൻ ഒരിക്കലും വ്യക്തിവൈരാഗ്യത്താൽ പ്രവർത്തിച്ചില്ല. ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഓരോ തീരുമാനവും എടുത്തത്. ഹേ ശ്രീരാമ, ധർമ്മത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കാനും തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തിരുത്താനും ഹനുമാനെയും സുഗ്രീവനെയും പോലെ വിശ്വസ്തരായ സേവകരാകാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ, ശ്രീരാമ ജയ രാമ ജയ ജയ രാമ, ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. നാളെ നമ്മൾക്ക് മഴക്കാലം കഴിഞ്ഞ് വാനരസേനയുടെ പുറപ്പാട്, ഹനുമാനും അംഗദനും ജാമ്പവാനും തെക്കോട്ട് യാത്ര, സമ്പാദ്യമായുള്ള കൂടിക്കാഴ്ചയൊക്കെ കേൾക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.